ഹായ്, എൻ്റെ പേര് ഗാംഗുലി എന്നാണ്. എൻ്റെ പേരിനെ പറ്റി പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ ചതിച്ചായിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാനൊരു യൂട്യൂബിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാനൊരു യൂട്യൂബ് അഡിക്റ്റഡ് പേഴ്സണാണ്. അതായത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് യൂട്യൂബിൽ റീൽസ് നോക്കി ചേച്ചിമാരുടെ തുള്ളിക്കളി കണ്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് യൂട്യൂബിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. യൂട്യൂബിൽ നമുക്ക് പല പല കാര്യങ്ങളും കിട്ടും. അതായത് നമുക്ക് ജോലി വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കിട്ടും. ഹൗ ടു ഫൈൻഡ് എ ജോബ് എന്ന് നമുക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കുറേ വീഡിയോസ് വരും, കുറേ സജഷൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ അതിൽ 2-3 പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കണ തന്നെ ജോലിയായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് ഗേൾ ഫ്രണ്ടിന് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ യൂട്യൂബിൽ കിട്ടുമ്പോൾ നമുക്ക് ഹൗ ടു ഫൈൻഡ് എ ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബ് 2-3 സജഷൻസ് പറയും. ആദ്യത്തെ 3 സജഷൻ വായിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി. യൂട്യൂബ് പറയുവാണ് നമ്മൾ ഹാൻഡ്സം ആയിരിക്കണം, നമ്മുടെ കയ്യിൽ പൈസ വേണം, പിന്നെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. ഇത് 3 ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് സായിപ്പ് ഉണ്ടാക്കിയ ഭൂതമായി നിന്നോട് ഒന്ന് കെഞ്ചിന്ന് ഞാൻ യൂട്യൂബിനോട് തന്നെ ചോദിച്ചു. അതുപോലെ യൂട്യൂബിൽ നമ്മൾ പല സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉദാഹരണത്തിന് എൻ്റെ അപ്പൂപ്പൻ്റെ നിക്കർ അഴയിൽ അലക്കിയിട്ടിരിക്കുമായിരുന്നു, അത് കാണാണ്ട് പോയി. അപ്പോൾ അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നിക്കർ, അതുകൊണ്ട് ഞങ്ങൾക്കത് കളയാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനും കൂടെ യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഫൈൻഡ് അപ്പൂപ്പൻ നിക്കർ എന്നടിച്ച് നോക്കി. അപ്പോൾ യൂട്യൂബ് 10 വഴി കാണിച്ചു തന്നു. അതിൽ 10 വഴി ഞങ്ങൾ പോയി നോക്കി, പക്ഷേ ഒരു വഴി തെറ്റിപ്പോയി. അപ്പൂപ്പൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഓടി, പക്ഷേ അപ്പൂപ്പൻ ഓടിയില്ല, കാരണം അപ്പൂപ്പൻ ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ മറന്നു. അപ്പൂപ്പനൊരു തെങ്ങയെ തളപ്പിട്ട് കെട്ടി വെച്ചിരിക്കും. പിറ്റേ ദിവസം ഞാൻ അമ്മുമ്മയായിട്ട് വന്നാണ് അപ്പൂപ്പനായിട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് വെറുപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതായത് യൂട്യൂബിൽ ചെയ്ത് കണ്ടൻറ്റൊക്കെ തീർന്നിട്ട് ലാസ്റ്റ് അവർ കല്യാണം കഴിക്കും. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ നോക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും നല്ല കണ്ടം നോക്കും. കണ്ടം നോക്കിയിട്ട് ആ കണ്ടത്തിലായിട്ട് ചാടിയിട്ട് കണ്ടത്തിൽ കിടന്നിങ്ങനെ മറിയും. മണ്ണിരക്ക് വരെ വെറുപ്പിക്കൽ വന്ന് മണ്ണിരായി കുറ്റെന്ന് പറഞ്ഞിട്ട് മണ്ണിര പോകും. എന്നാലും ഇവർ പോകത്തില്ല. നമ്മളെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സേവ് ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഫുള്ള് ബ്ലോഗ് എന്ന് വെച്ചാൽ കല്യാണത്തിന് പെണ്ണ് കാണുന്ന ബ്ലോഗ്, ഡ്രസ്സ് എടുക്കാൻ പോണ ബ്ലോഗ്, അങ്ങനെ മൊത്തം ബ്ലോഗ്. പക്ഷെ ഞാൻ ഒരുപാട് ചോദിച്ചാൽ ഫസ്റ്റ് നൈറ്റിൻ്റെ ബ്ലോഗ് മാത്രം അവൻ കാണിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ആ പെണ്ണങ്ങ ഗർഭിണിയായ തീർന്നു കേട്ടോ. പിന്നെ അവൻ ഡെയിലി വരും, ഹലോ ഗായ്സ്, ഇന്നെൻ്റെ കുഞ്ഞാറ്റ ഗർഭിണിയായി ഗായ്സ്, ഇന്നെൻ്റെ കുഞ്ഞാറ്റ ഛർദ്ദിച്ച് ഗായ്സ്. അത് കഴിഞ്ഞ് പിന്നെ അവന് വയറിൻ്റെ അളവൊക്കെ എടുക്കാൻ തുടങ്ങും. ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ഭാര്യയുടെ വയറ് 2 ഇഞ്ച് വലുതായി ഗായ്സ്, ഇന്നത്തെ 1 ഇഞ്ചേ വലുതായുള്ളൂ ഗായ്സ്. അങ്ങനെ ഡെയിലി അവൻ അളവെടുക്കാൻ തുടങ്ങും. നീ ആ പെണ്ണങ്ങ പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും ഇവൻ വിടത്തില്ല. ചതിച്ച് ഗായ്സ്, ഞാൻ പ്രതീക്ഷിച്ചത് ആൺകൊച്ചാണ്, എനിക്ക് കിട്ടിയ പെൺകൊച്ചാണ് ഗായ്സ്, ചതിച്ച് ഗായ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ എടുക്കും. അതിനുമുമ്പ് ഇവൻ്റെ ശല്യം കൊണ്ട് ഞാൻ യൂട്യൂബിൽ 2-3 ദിവസം കയറിയില്ല. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ കയറിയപ്പോണ്ടല്ലോ ഇവൻ യൂട്യൂബിൽ കിടന്ന് കരയുക, പോയി ഗായ്സ് കുഞ്ഞാറ്റ പോയി ഗായ്സ്, എന്നെ ഇട്ടിട്ട് കുഞ്ഞാറ്റ പോയി ഗായ്സ് എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് കരയുക. ഞാൻ ഓർത്ത് ഇവൻ്റെ ശല്യം കൊണ്ട് ഇവൻ്റെ ഭാര്യനെ ഇവൻ ഇട്ടിട്ട് പോയിരുന്നു. അതൊന്നുമല്ല, 9-ാം മാസം ഇവൻ്റെ ഭാര്യനെ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇവൻ കിടന്ന് യൂട്യൂബിൽ കിടന്ന് കരയണം. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ്റെ ഭാര്യയുടെ വീട് ചന്ദ്രനിലാണ്, ഇവൻ അങ്ങോട്ട് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ബ്ലോഗേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. അവരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാൻ അവരെന്നെ കൊണ്ട് കാണാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് യൂട്യൂബിൽ, പല പല രാജ്യങ്ങൾ. പക്ഷേ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ പെട്ടുപോയി. അവർ സ്വന്തം വീട്ടിൽ തന്നെ ബ്ലോഗ് എടുക്കാൻ തുടങ്ങി. ബ്ലഡ് റൂം ബ്ലോഗ്, അടുക്കള ബ്ലോഗ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുക്കള ബ്ലോഗാണ് ഗൈസ്. നോക്ക് ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ അമ്മയുടെ അടുക്കള. വാവ് ഗൈസ്, നോക്ക് ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ അമ്മയുടെ ചട്ടകം. അമ്മ മുതുക് ചൊറിയാനും പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഗൈസ്. അങ്ങനെ അതുപോലെ എൻ്റെ അമ്മക്ക് പക്ഷേ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ കറിയില്ലെങ്കിൽ ഞാൻ ചോട്ടുപാത്രം തിന്നിട്ടടിച്ച് കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പച്ചച്ചോറാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നേരെ യൂട്യൂബ് എടുത്തിട്ട് ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട കറിയുടെ വീഡിയോ എടുക്കും, അത് നോക്കിയാൽ പച്ചച്ചോറ് വാഴത്തിന്. അതുകൊണ്ട് എൻ്റെ അമ്മക്ക് യൂട്യൂബിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ കയറിയപ്പോഴാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അതായത് പല പല ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ കയറിയപ്പോഴാണ് ഈ ചെയിൻ സ്നാച്ചേഴ്സിൻ്റെ വീഡിയോ ട്രെൻഡിങ്ങിൽ കിടക്കുന്നത്. ആരാണിത് കേട്ട് പഠിക്കണം എന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെന്തായാലും സ്വർണ്ണത്തിന് വേണ്ടിയാണ് ഓടണം. ഇവരെ ഒളിമ്പിക്സിൽ ഒഴിച്ചാൽ ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ സ്വർണ്ണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ പിള്ളേർക്കാണല്ലോ ട്രിപ്പൊക്കെ ഉള്ളത്. ഞങ്ങളുടെ കാലത്ത് പിക്നിക്ക് മാത്രമേ ഉള്ളൂ. അത് പിക്നിക്കിന് പോകണമെങ്കിൽ തന്നെ ടാസ്ക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഉപ്പ് മേടിച്ചുകൊണ്ട് വേണം നമ്മൾ പിക്നിക്കിന് പോകാൻ. അപ്പോൾ അച്ഛൻ്റെ ഉപ്പ് മേടിക്കാൻ സുഖമാണ്, കാരണം അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചാൽ അച്ഛൻ കിഡ്നി വരെ പണയം വെക്കാൻ തരും. പക്ഷേ അന്ന് കിഡ്നി പണയം വെക്കാൻ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് ഉപ്പ് ചോദിച്ചു. അപ്പോൾ കയ്യിൽ നിന്ന് 600 രൂപ പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്നപ്പോഴാണ് അമ്മ പെട്ടെന്ന് പറഞ്ഞത്, പിക്നിക്ക് കിട്ടാൻ പിള്ളേരൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒരു നെടുവീർപ്പിട്ടിട്ട് ഒരൊറ്റ ഒപ്പം കണ്ടിട്ട്. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ നെടുവീർപ്പിടാറുണ്ട്. കൊച്ചിൽ എനിക്കത് മനസ്സിലായില്ല, പക്ഷേ ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ആ തണുപ്പത്ത് ലീവ് എടുത്ത് വീട്ടിൽ വരണ്ടായിരുന്നു എന്ന് നോക്കിയിട്ടാണ് അച്ഛൻ നെടുവീർപ്പിട്ട് ഒരൊറ്റ ഒപ്പം കണ്ടിട്ട് വരുന്നത്. അതുപോലെ അമ്മയുടെ ഞാൻ പെർമിഷൻ മേടിക്കാൻ ചെല്ലുമ്പോൾ അമ്മ എപ്പോഴും പറയും, ഈ വാതിൽ കൊണ്ട് പുറത്തിറങ്ങിയാൽ പിള്ളേർ നശിച്ചു പോകും. ട്രിപ്പിന് ഈ പിക്നിക്കിന് പോകാൻ തോന്നുന്നത് പിള്ളേരുടെ ഈ ചീത്ത സമയത്താണ്, പിള്ളേർ നശിച്ചു എന്നാണ് എൻ്റെ അമ്മയുടെ അഭിപ്രായം. അതായത് അമ്മ എപ്പോഴും പറയും ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ചീത്തയായി പോകുന്നു. അതായത് ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കണം മത്തിയും സോഫ ഇരിക്കണം ഞാനും ഒരുപോലെ തന്നെയാണ്. 2 ഡോർ തുറന്ന് പുറത്തിറങ്ങിയാൽ ചീത്തയായി പോകുന്നതാണ് എൻ്റെ അമ്മ പറയുന്നത്.
ഞാൻ ഈ പിക്നിക്കിനൊക്കെ പോണത് എൻ്റെ വീട്ടിലെ രാവിലത്തെ പുട്ടിന്ന് ഉച്ചക്കുള്ള ഈ അരച്ചൂട്ട് കറിയുന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, 2 പേരാണ്. അവർ ഭയങ്കര ഫാൻസാണ്. ഒരുത്തന്നെ സ്പീക്കർ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്, ഒരുത്തന്നെ ബസ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്. അതായത് ഇപ്പോൾ 1 കിലോമീറ്റർ ദൂരെ കൂടെ ഒരു ബസ്സിൽ പാട്ടിട്ട് പോയാലും അവൻ പറയും ആ ബസ്സിലെ സ്പീക്കർ എത്ര എണ്ണമുണ്ട്, അത് എത്ര ഇഞ്ചാണെന്നൊക്കെ അവൻ പറയും. വേറൊരുത്തൻ്റെ ഒരു ബസ്സിൻ്റെ ഹോണിട്ട് കേട്ടാൽ പറയുമോ അതേത് ബസ്സാണ്, അതിൽ ഓടിക്കണത് ആരാണ്, ആ ബസ്സിൻ്റെ ബമ്പർ എങ്ങനെയാണ്, അതിൻ്റെ ബാക്ക് എങ്ങനെയാണെന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് തന്നെ പറയും. ഇപ്പോൾ യുവമാരോട് എനിക്ക് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരിക്കാൻ പേടിയാണ്. കാരണം ഒരു ബസ്സും പോയി ഒരു ചേച്ചിയും പോയി യുവമാർ തുടങ്ങും, അത് 2 ഇഞ്ചാണ്. അതിൻ്റെ ഫ്രണ്ട് കണ്ട, അതിൻ്റെ ബമ്പർ കണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ യുവമാർ അപ്പം തുടങ്ങും. അപ്പോൾ ഈ യുവമാർ ചെറുതാണ്, ഞാനാണ് വലുത്. ഇപ്പോൾ ഈ ചേച്ചി എന്നെയാണ് നോക്കണത്, വല്ലു പറഞ്ഞിട്ടാണ് ഞാനവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചിലോട്ട് എനിക്ക് ഇവന്മാരുടെ വായി നോക്കിയിരിക്കലാണ്, ഇവന്മാരുടെ വായിന്ന് എന്ത് വന്നോ അത് നോക്കിയിരിക്കലാണ് എൻ്റെ പണി. ഇവന്മാർക്ക് പാഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരുത്തം വലുതായപ്പോൾ അവന് ഈ സ്പീക്കറൊക്കെ റെഡിയാക്കണ ഒരു ഇലക്ട്രോണിക്സ് മെക്കാനിക്കായി, മറ്റവൻ ബസ് ഡ്രൈവറായി. ഇവന്മാരുടെ വായി നോക്കിയിരുന്ന ഞാൻ ഈ യൂട്യൂബേഴ്സിൻ്റെ വായി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. താങ്ക് യു.